രാവിലെ എൻ്റെ ജോഗിങ് ചെയ്യാൻ എന്താണ് രസം? കുറേ വർഷത്തിന് ശേഷം ജോഗിന് ഇറങ്ങി, അതുകൊണ്ട് ഒരു പ്രശ്നം പറ്റില്ല. ഇതെവിടെയാ ഇതേതാ സ്ഥലം? ഞാനെന്താ ഇവിടെ ചെയ്യുന്നേ? വെയിറ്റ്, എന്നെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തു? കൊച്ചു കുഞ്ഞല്ലേ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ? അയ്യോ, എന്നെ കിഡ്നാപ്പ് ചെയ്ത്. എന്തോ പുറത്ത് സൗണ്ട് ഒക്കെ കേൾക്കുന്നേ. സാർ, എനിക്ക് തോന്നുന്നു അവൻ ഉണർന്നു. ചെക്കൻ നടന്നു തോന്നുന്നു. ബാ പോയി നോക്കിയിട്ട് വരാം. MC കുട്ടാ, നീ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പേടിക്കണ്ടെന്നാ? എന്താണ് എന്നെ രണ്ടുപേരും കൂടെ കൊല്ലാൻ പോന്ന? 2 അല്ല 3. കൊല്ലത്തൊന്നും ഇല്ലടാ. ഞാൻ ആരാന്ന് എനിക്ക് അറിയാവാ. നീ ആരാന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഉപകാരമായാലേ. നമ്മൾ യൂട്യൂബ് ഒന്നും കാണാറില്ല, നമ്മൾ ഓൾഡ് ഇൻസ്റ്റ. എൻ്റെ പേര് ഹാഷിർ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം GCIC എന്ന് വെച്ചാൽ ഗവൺമെൻറ് ക്രിയേറ്റർ ഇൻഫോർമേഷൻ കളക്ടിങ്. ഞാൻ അതിൽ ജോലി ചെയ്യുന്ന ഒരു മാനേജറാണ്. അതൊന്ന് സംഭവം ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നേ. ഒന്ന് വിശദീകരിച്ചു തരാമോ? എടാ, ഈ ലോകത്ത് കുറച്ച് സയൻറ്റിസ്റ്റുകളുണ്ട്. ചിലവർ നല്ലവരും ചിലവർ ചീത്തവരും ഉണ്ട്. നല്ലവർ നല്ല ചെയ്യുന്നു, ചീത്തവർ ചീത്ത ചെയ്യുന്നു. അത് കേട്ടിട്ടുള്ളല്ലോ നീ? കേട്ടിട്ടുണ്ട്. കേട്ടാവോ? ചീത്ത സയൻറ്റിസ്റ്റുകൾ മറ്റുള്ള വില്ലേജേഴ്സിൽ പോയി അവരെ കിഡ്നാപ്പ് ചെയ്ത് അവരുടെ മേത്ത് പരീക്ഷണങ്ങൾ നടത്തും. അപ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടി, ഒരു വില്ലേജറിന് ഒരു സയൻറ്റിസ്റ്റ് പരീക്ഷണം നടത്തിയെന്ന്. പരീക്ഷണം നടത്തിയ വില്ലേജർ മോൺസ്റ്ററായി. എന്നിട്ട് ആ വില്ലേജർ ഗ്രാമം മൊത്തം നശിപ്പിച്ചു. അപ്പം ഞങ്ങൾക്ക് ആ വിവരം കിട്ടി. അപ്പോൾ ഞങ്ങൾ 2 ആൾക്കാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ 2 ആൾക്കാർ ആരാണ്? VKMC ആൻഡ് ഗോഡ്സ് ഗെയിമിംഗ് പ്രോ. അപ്പൊ എന്നെ എന്തിനാ കിഡ്നാപ്പ് ചെയ്ത്? ഞാൻ എന്ത് ചെയ്തു നിങ്ങളാ? ഞാൻ സീക്കംസിനെ കുറച്ചിനൊന്നും കൊന്നിട്ടില്ല. എനിക്ക് കൊല്ലാനൊന്നും അറിയത്തില്ല. ഞാൻ പാവപ്പെട്ട മനുഷ്യൻ. അതിന് ഞാൻ നിന്റെ അടുക്ക പറഞ്ഞില്ലല്ലോ നീ അവരെ കൊന്നു. അപ്പൊ എന്നെ കിഡ്നാപ്പ് ചെയ്ത എന്തിന്? ഞാൻ പറഞ്ഞ 2 ആൾക്കാരില്ലേ, അവര് മെസ്സിക്ക്. അതാ നിന്നെ പിടിച്ചോണ്ട് വന്നത്. അപ്പൊ എന്തിനാ നേരത്തെ DJ വെച്ച്? DJ ഒക്കെ ഇച്ചിരി സസ്പെൻസിന് വേണ്ടി വെച്ചാണ് ബ്രോ. എന്നെ കിഡ്നാപ്പ് ചെയ്തുള്ള കാര്യം പറ. നീ കേട്ടിട്ടില്ലേ, പൊട്ടന്മാരെ രക്ഷിക്കാൻ പൊട്ടൻ തന്നെ പോടോന്ന്? നീ പറഞ്ഞു വരുന്നത്? ഞാൻ നിന്നെ കറക്കിക്കുത്തി പൊട്ടനെന്ന് വിളിച്ചാലേ നേരെ പൊട്ടനെന്ന് വിളിച്ചേ കേട്ടാ. നീ പറഞ്ഞു വരുന്നത് ഞാൻ പൊട്ടനെന്നാ? അതൊക്കെ വിട്. ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പോകേണ്ട വഴി കേട്ടാ. പോയില്ലെങ്കിൽ നീ എന്തുണ്ടാക്കും? ഡു ഓർ ഡൈ കേട്ടിട്ടില്ലേ? ഒന്നെങ്കിൽ ചാകണം അല്ലെങ്കിൽ ചെയ്യണം. നീ ഇൻസ്റ്റയിൽ റീല് കാണുന്നവനല്ലേ? കാണും. ഇന്നലെ ഇൻസ്റ്റയിൽ ഫേമസ് ആയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരാൾ 10 പേരിനെ കൊന്ന വീഡിയോ. അതാടാ ഞാൻ. അവരിനൊരിക്കലും ഞാൻ ഡു ഓർ ഡൈ ചോദിച്ചു. അവർ പറഞ്ഞു ഡൈ. നീ എന്ത് യൂസ് ചെയ്യുന്നു? നന്നായിട്ട് ആലോചിച്ചു കേട്ടാ. അപ്പോൾ ഞാൻ ഈ മിഷൻ സക്സസ്ഫുള്ളി ജയിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? നീ ഞങ്ങളുടെ ടീമിൽ ജോയിൻ ആയി. എനിക്ക് ഫ്രീ ആയിട്ട് കാർ, ബൈക്ക്, പോൾ, ഫുഡ്, ഹൗസ് ഇതെല്ലാം എനിക്ക് ലഭിക്കുന്നേ. ഒറ്റടിക്കാൻ എനിക്ക് ബമ്പർ അടിച്ച്. പിന്നെന്താ ഞാൻ ചെയ്യാം. കോർഡിനേറ്റ് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വന്നു. ശരി, ബൈ. പിന്നെ ഒരു കാര്യം, ജീവനുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ കേട്ടാ. അതൊക്കെ പോട്ടെ, പുറത്തിറങ്ങാനുള്ള വഴി അതാടാ. ഞാനങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുൾ ഇരുട്ടാണല്ലോ. ഇതാടാ ഇത്ര ഇരുട്ട്. ബുക്കോ? ഓക്കെ, ബുക്ക് വായിച്ചു നോക്കാം. MC, യുവർ ഫസ്റ്റ് മിഷൻ, ആ വില്ലേജറിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് നീ അവനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ കണ്ടുപിടിക്കണം. ആൻഡ് CKMC ഗോൺസിനെയും കണ്ടുപിടിക്കണം. ഒരു കാര്യം ശ്രദ്ധാപൂർവ്വം, നീ മരിച്ചു കഴിഞ്ഞ് ചത്താലും ജീവിച്ചാലും ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക്. ഇതൊക്കെ എന്തോന്നാണ് അതിനകത്ത്? എനിക്കത് പഠിച്ചാൽ ഞാൻ എന്തായാലും വായിക്കുന്നില്ല. ഞാൻ എന്തായാലും മുന്നിലോട്ട് നടക്കാൻ തീരുമാനിച്ചു. പ്രേതമാക്കാനൊന്നുമില്ല. പേടിപ്പിക്കാൻ വേണ്ടി 2 വഴിയുണ്ട്. അക്കോ ബിക്കോ വേവാൻ പൊക്കോ. പോഷൻ വില്ലേജിൽ വെച്ച്. അപ്പം നിങ്ങളറിയാവുന്ന പോലെ തന്നെ അവൻ പറഞ്ഞില്ലേ പോഷൻ വില്ലേജ്. അങ്ങോട്ട് വഴിയില്ല. അത് ഈ വില്ലേജാണ് ഗൈസ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ബാരിയറിൻ്റെ അകത്ത് കഴിക്കാൻ എന്തൊരു സാധനം കിട്ടി. ഉടുപ്പ് കിട്ടി, സ്റ്റൂ കിട്ടി, എല്ല് കിട്ടി. പട്ടിയിൽ വരുമ്പോൾ എല്ല് കൊടുക്കാം ഗൈസ്. ആൻഡ് ഉടുപ്പ് എന്തായാലും ഇട്ടേക്കാം. ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം. ഉടുപ്പിട്ടുന്നത് അത്യാവശ്യമാണ്. ആൻഡ് ഇവിടെ മിസ്സിങ്ങോ ബ്രോ? ഞാനല്ല. അത് ഞാനല്ല. ഇങ്ങോട്ടൊരു വഴി ഉണ്ടല്ലോ. ഇതെങ്ങോട്ടുള്ള വഴി?
എങ്ങോട്ടാ ഈ വഴി പോകുന്നേ? നീ പോകുന്നത് നാഴത്തിലേക്കാടാ. ഇതെന്തുവാ? ഓ അമറാൾഡ്. അമറാൾഡിന്റെ ബൂട്ടാ. ഓ വല കിട്ടി ഗൈസ്, വല. നമുക്ക് ഈ ബൂട്ടിടാം. ഓ ഓ നമ്മളൊക്കെ സീനായിട്ടുണ്ട്. ബട്ട് ഇവിടെ അടുത്ത് ചത്തടക്കുന്നു. ഇതാടാ ഗോഡ്സ്. ആടാ നീ സത്യമാടാ, നീടാ ഗോഡ്സ്. അപ്പൊ സാറിനെ വിളിച്ച് പറയേണ്ടതുണ്ട് ഗോഡ്സ് ചത്തെന്ന്. ഇതാണ് പോഷൻ വില്ലേജിലേക്കുള്ള വഴി ഗൈസ്. അപ്പോൾ പോഷൻ വില്ലേജിലേക്കുള്ള വഴി ഇതാണ്. അപ്പോൾ ഇതിലും വഴി പോവാം. പ്രേതമില്ല, മാക്കാനൊന്നും ഇല്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോവാം, അല്ലെങ്കിൽ ഒരു പ്രേതം വല്ല ചാടും. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു വീടുണ്ട്. വീട്ടിൻ്റെ അകത്താണെങ്കിൽ കയറാനും പറ്റുന്നില്ല. ഓ ഈ വീടാണോ നമ്മൾ അതിലും വഴി വന്ന? ഈ വീട് തന്നെ. അപ്പം നമുക്കിത് ഇങ്ങോട്ട് പോവാം. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആരടാ പാട്ട് ഊതുന്നേ? രണ്ട് വഴിയിലുണ്ടോ? ഇല്ല, വഴി അവസാനിച്ച്. ഇങ്ങോട്ട് വഴിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സീക്വൻസി. രണ്ടുപേരും ചത്ത്. അങ്ങനെ ഗോഡ്സ് സീക്വൻസി ചത്തെന്നുള്ള വിവരം എനിക്ക് എത്രയും പെട്ടെന്ന് സാറിനെ അറിയിക്കണം. ആരാ? ആരാടാ നീ? നിനക്ക് എന്താടാ കുളിക്കുവാണോ? ഞാനുണ്ട് കുളിക്കാൻ. എനിക്ക് കുളിക്കാൻ സ്ഥലമില്ല. ഒറ്റ കുളിക്കുവാണ് കഴിച്ച് നമ്മളൊന്നും വിളിക്കുന്നില്ല. അടുത്തൊരു വീട്. ഓ ഈ വീടല്ലേ നമ്മൾ അവിടെ നോക്കിയപ്പോൾ കണ്ടേ? ഈ വീട്ടിലാണെങ്കിൽ വല്ല ഉണ്ടോടെ? ഈ വീട്ടിൽ ഒരു കുന്തവും ഇല്ല, വെറുതെ വന്നു. ഓ എടാ ഹങ്കർ ബാറൊക്കെ കുറയോ? ഐ ഡോണ്ട് എക്സ്പെക്റ്റഡ് ദാറ്റ്. ഓക്കെ, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഫുഡ് കഴിച്ചു. ഇതാറതല്ലേ? എടാ സീക്വൻസി ഇക്കുപ്പ. ഞാനത് ചാർബറുണ്ട്. സീക്വൻസിയുടെ തലയെടുത്ത് ഞാൻ ഇട്ടു ഗൈസ്. ദേ അതിൻ്റെ കൊണ്ടക്കാരിരിക്കുന്നേ. അപ്പം ഗോൺസ് സീക്വൻസി ചത്ത് ഇതാരാ? അപ്പം ശരിക്കും അത് ഗോൺസ് സീക്വൻസി അല്ല, വേറെ ആൾക്കാരുടെ ബോഡിയാ. അപ്പോൾ ഗോൺസ് സീക്വൻസി ഇപ്പോഴും ജീവനോടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കഴിക്കാൻ എന്തൊക്കെയോ കിട്ടി, ഞാൻ അതെല്ലാം എടുക്കുവാണ്. എനിക്ക് ആവശ്യം വരും. ഇനി ഇങ്ങോട്ടല്ല വഴി. ഇത് ആരുടെ എവിടാടാ? ഫുഡ് ഇതെന്താടാ ഒറ്റക്കായിട്ട് എടുക്കേണ്ടി വരുന്നത്? ഓ കോളുണ്ട്. അപ്പം ഫുഡ് ചൂടാക്കാൻ വെക്കാം. അതിൻ്റെ അകത്ത് 2 കോളുണ്ട്. അപ്പം ഇതും ചൂടാക്കാൻ വെച്ചേക്കാം. ഇനി കുക്കഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെ വഴിയുണ്ട്. ഇല്ലം വഴിയല്ലേ പോകണ്ട? ഇല്ലം വഴി തന്നെ. എന്നാലും ഈ വില്ലേജ് എന്ത് സംഭവിച്ചായിരിക്കും? എൻ്റെ അടുത്ത് ആ സാറ് പറഞ്ഞ് ഈ വില്ലേജ് നോക്കി ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ. അതായത് സീക്വൻസിനെയും കണ്ടുപിടിക്കണം, ഗോഡ്സിനെ കണ്ടുപിടിക്കണം, ഈ വില്ലേജിൽ മോൺസ്റ്റർ ആരാന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ആൻഡ് അവരുടെ ഫോട്ടോ എടുക്കാനാണ് എൻ്റെ അടുത്ത് പറയും. ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ ഫോൺ തന്നില്ല, ഒരു കുന്തവും തന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കും? ആലോചിക്കുവാണെങ്കിൽ ഓ ഇവിടെ ഫുള്ള് ഡെഡ് ബോഡിയാണല്ലോ. ആദ്യമേ ഞാൻ ഇത് ഊരിക്കളയാം. ആരുടെ തല എടുത്തിട്ട് ആർമറെന്ന് പറഞ്ഞിട്ട് ആരുടെ തല. ഓ അവിടെ ഒരു വഴിയുണ്ട്. അപ്പം അങ്ങോട്ട് പോയി നോക്കിട്ട് വരാം. വല്ലതും ഉണ്ടാ? ഒന്നുമില്ല. ഏത് സ്ഥലമാണ് നോക്കും. കഴിക്കാനൊന്നും തന്നു വിട്ടില്ല അവർ. വെറുതെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കും. ഓ ഓ ഓ ഇതെന്തുവാ? ഒളിക്കാൻ വേണ്ടി സ്ഥലമോ? ഓക്കെ, ഒളിക്കാൻ വേണ്ടിയുള്ള സ്ഥലം. ഇവിടെ ചെസ്റ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കള്ളന്മാർ. ആൻഡ് ഇത് ഈ ബ്രെഡ് ഒരു ബട്ടൺ. ഇതിനാണാവോ എനിക്കറിയൂല. ഇനി നമുക്ക് തിരിച്ചു പോകാം. അങ്ങോട്ടൊരു വഴിയുണ്ട്, ഇതും കൂടെ നോക്കാം. ഒന്നുമില്ല. തിരിച്ചവിടെ പോകാം. ഈ ബട്ടൻ്റെ ഉപകാരം എന്താണെന്ന് എനിക്ക് ഒരു പിടിയിട്ട് കിട്ടില്ല. അതെവിടെ ഡെഡ് ബോഡി കിടക്കുന്നു? ഹലോ സാർ, ജീവനുണ്ടോ? ഞാൻ GCHIയിലെ മെമ്പറാണ് സാർ. ഓ ഇതെന്തുവാ? താക്കോൽ വേണമെന്ന് കൈസ്. ഓ അങ്ങോട്ട്. അപ്പം അവിടെ താക്കോലിട്ട് വയ്ക്കും. അല്ല ഞാൻ വന്ന വഴിയില്ലേ? അല്ല അല്ല അല്ല, വീണ്ടും ഒളിക്കുക സംഭവം. അടുത്ത വീട്. ഓ ആ വീട്ടിൽ എന്തുകൊണ്ട്? അതെ ഞാൻ പറഞ്ഞില്ലേ കള്ളന്മാർ. ഓ വുഡിൻ്റെ സോഡ്.
എന്തിനാടാ വുഡിൻ്റെ സോഡൊക്കെ? കൈയിരിക്കട്ടെ, വലിയൊരു അറ്റാക്ക് ചെയ്യുമ്പം മോന്തൊക്കെ അടിക്കാം. ആടാ ധൈര്യം ഉണ്ടെങ്കിൽ ആരാന്ന് വെച്ചോ തലവണ്ടി അടിച്ചു പിടിക്കും. ഓക്കെ, വഴി അവസാനിച്ചു. ഈ ബട്ടൺ എന്ത് ചെയ്യണ്ടേ? നമുക്ക് താക്കോൽ കിട്ടില്ല. ഓ, ഈ കത്തിയാണ് താക്കോല്. വുഡൻ സോഡ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ബട്ടൺ കീ ആക്കി ഓക്കെ ഇവിടെയൊക്കെ. ഓ, തുറന്ന്. ഓക്കെ, ഈ നാട്ടിൽ ഈ ഒരു വില്ലേജ് ഉള്ളല്ലോടാ, ഇത്ര നല്ല വില്ലേജ്. ഓക്കെ, ഈ വില്ലേജ് ആരാ? പ്ലീസ്, അവിടെ ആരോ വർക്ക് ചെയ്യുന്നു. ആ ചോദിക്കാം. ബ്രോ ഹലോ, ആരാ? ഓക്കെ, ഈ വില്ലേജ് ഒരാളെങ്കിലും ജീവനുണ്ടോ? നമുക്ക് ഇൻഫർമേഷൻ തേടാ എന്ത് പറ്റിയതാന്ന്. സാർ, ഈ വില്ലേജ് എന്ത് പറ്റിയതാന്ന് പറയാമോ? ഓക്കെ, അവനെ നോക്കുന്നു. അവൻ താഴോട്ട് പോയി. ഇവനാടാ മോസ്റ്റർ. റൺ റൺ. എടാ, അവനായിരുന്നടാ മോസ്റ്റർ. തേഞ്ഞ് ഞാൻ മോസ്റ്ററിനെ കൺമുനി വന്നു കേട്ട് ഇങ്ങോട്ടല്ലേ വഴി. തിരിച്ചു വിട്ടോ? നാട് വിട്ടോ? നാട് ഓടാ എടാ. ഞാൻ പെട്ട്. എടാ, പ്ലൈനസ് കിട്ടി. എന്താ എടാ തല ഇറങ്ങുന്നേ? അയ്യോ എന്ത് സംഭവം?